ബാലിയിലെ ഏറ്റവും മനോഹരമായ താനാലോട്ട് ടെമ്പിളിലേക്കാണ് ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഡെൻപാസറിൽ നിന്നും അതിരാവിലെ പുറപ്പെട്ട് ഏതാനും മണിക്കൂറുകൾ ട്രാഫിക്കിൽ താണ്ടിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ മനോഹരമായ ടെമ്പിൾ കോംപ്ലക്സിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. മെയിൻ ഗേറ്റിൽ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷം ബസ്സിൽ തന്നെ യാത്ര തുടരുകയാണ്. യാത്രയിലുടനീളം ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസിന് ശേഷം മനോഹരങ്ങളായ പാതയും ഒപ്പം മനോഹരങ്ങളായ കടകളും ഒക്കെയാണ് നമുക്ക് ഇരുവശത്തും കാണാൻ സാധിക്കുക. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ യാത്ര ബസ്സിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ടെമ്പിൾ കോംപ്ലക്സിലേക്കാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അനേകം ടെമ്പിളുകളുടെ ഒരു കോംപ്ലക്സാണ് ഈ വലിയ വിശാലമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പാർക്കിങ്ങിനായി കല്ല് പാകിയ മനോഹരമായ പാർക്കിംഗ് സ്ലോട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ അല്പം മഴയുണ്ടെങ്കിൽ കൂടി ഏതാണ്ട് 10 മണിയോടുകൂടി നാം ഇവിടെ എത്തുമ്പോഴേക്കും ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള വാഹന ബാഹുല്യം തന്നെ ഇതിനുള്ള നേർസാക്ഷ്യം കൂടിയാണ്. അങ്ങനെ പെയ്യുന്ന ചെറുമഴയെ കണക്കിലെടുക്കാതെ സഹയാത്രികർക്കൊപ്പം ഞാനും പുറത്തേക്കിറങ്ങി ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് നടന്നു നീങ്ങുകയാണ്. എങ്ങും മനോഹരമായ കാഴ്ചകൾ മാത്രം. പാർക്കിങ്ങിന് 4 ചുറ്റും വസ്ത്രങ്ങളും യാത്രികർക്ക് വേണ്ട മറ്റ് സൗവിനറികളും കരിക്കും ശീതളപാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും ഒക്കെ നിറച്ചിരിക്കുന്ന ധാരാളം കടകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ബാലിയുടെ തന്നെ ഐക്കോണായ ഗേറ്റും നമ്മളെ എതിരേക്കാൻ നമ്മുടെ മുമ്പിലേക്ക് ഇവിടെ എത്തുകയാണ്. അങ്ങനെ ഐക്കോണിക് ഗേറ്റിലൂടെ കടന്ന് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ധാരാളം വിദേശി ടൂറിസ്റ്റുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വിവിധ ഭംഗിയിലുള്ള ധാരാളം ഫോട്ടോകൾ എടുത്ത് ഈ മനോഹരമായ കാഴ്ചകളെ ആവുന്നത്ര മനസ്സിലും ക്യാമറയിലും പതിപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്ന വിദേശീയരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ സഹയാത്രികർക്കൊപ്പം ഞാനും ഈ പ്രദേശത്തു കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് കാണാനിടയായി. താനാലോട്ട് ടെമ്പിൾ DTW എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഫോട്ടോ ഷൂട്ടിംഗ് പോയിന്റ്. സഹയാത്രികർക്കൊപ്പം ഞാനും അവിടെ നിന്ന് ധാരാളം ഫോട്ടോകൾ എടുക്കുകയും സഹയാത്രികരുടെയും ധാരാളം ഫോട്ടോകൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്തു. മഴ അല്പം പെയ്യുന്നത് കൊണ്ട് കൊടിയൊക്കെ ചൂടിയാണ് ഇവിടെ നാം മുന്നോട്ട് നീങ്ങുന്നത്. പതിവില്ലാത്ത ഒരു മഴയായതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും കുടയില്ലാത്തതിനാൽ പലരും ഇവിടെയുള്ള പല ബിൽഡിങ്ങുകളിലും ആശ്രയം തേടിയിരിക്കുകയാണ്. എങ്കിലും കൂടെയുള്ളവർ പരസ്പരം സഹായിച്ച് ഈ മനോഹരമായ കാഴ്ചയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ യാത്രികർക്കായി പ്രത്യേകം കല്ല് പാകി മിനുസപ്പെടുത്തി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ പാതകളിലൂടെ സഹയാത്രികർക്കൊപ്പം ഞാനും മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെ ധാരാളം യാത്രികരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എങ്ങും മനോഹരമായി ഒരുക്കിയിരിക്കുന്ന പരിപാലിച്ചു വരുന്ന ഉദ്യാനത്തിന് നടുവിലാണ് ഈ ടെമ്പിൾ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിശേഷമായി എനിക്ക് തോന്നുന്നത്.
ധാരാളം തദ്ദേശീയരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. തദ്ദേശീയരുടെ വസ്ത്രധാരണമാണ് നമ്മെ കൂടുതൽ ആകർഷിക്കുന്നത്. ഇവിടെ ധാരാളം ശില്പങ്ങളും ആകൃതികളും ദേവാലയങ്ങളും മറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പുരാതനമായ ശില്പങ്ങളും ദേവാലയങ്ങളും ഒപ്പം ആധുനിക ശൈലിയിൽ മേൽക്കൂരകൾ നിർമ്മിച്ചിരിക്കുന്ന ധാരാളം കെട്ടിടങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. മഴയായതുകൊണ്ട് തന്നെ രാവിലെ എത്തിയ അനേകം വിദേശി ടൂറിസ്റ്റുകൾ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ബാലിയിൽ മഴ വളരെ വിരളമായി ലഭിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആരും മഴയെ പ്രതീക്ഷിച്ചല്ല ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഏതോ കാരണത്താൽ അതിരാവിലെ മുതൽ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. അത് യാത്രികരെ സംബന്ധിച്ചിടത്തോളം അല്പമൊക്കെ അസൗകര്യം ഉണ്ടാക്കിയെങ്കിലും വെയിലിൻ്റെ ചൂടിനെ ഒന്ന് ശമിപ്പിക്കാൻ കൂടുതൽ സഹായകരമായി. അങ്ങനെ കുട ഉള്ള യാത്രികർ ഈ മനോഹരമായ സ്ഥലത്തുകൂടെ നടന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുകയാണ്. കർക്കിടകത്തിലെ വാവിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ തദ്ദേശീയരായ അനേകം ആൾക്കാരാണ് ഇവിടെ ബലിതർപ്പണത്തിനും മറ്റ് പൂജകൾക്കുമായി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല ദേവാലയങ്ങളും ഇന്ന് യാത്രികർക്കായി തുറന്നിടുക ഉണ്ടായില്ല. കാരണം തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് തന്നെ അവർ പലവിധ പൂജാകർമ്മങ്ങളും ബലികളും ഇവിടെ നടത്തുന്നത് നമുക്ക് ദൂരെ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഒരു അമ്പലങ്ങളിലും മൂർത്തി ഇല്ല എന്നതാണ്. ഹിന്ദു മതവിശ്വാസം പുലർത്തുന്ന ആൾക്കാരാണ് ഇവിടുത്തെ അധികവും. എങ്കിലും ഇവിടെ ഒരു അമ്പലങ്ങളിലും ഒരു മൂർത്തിയും സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് ഇവിടുത്തെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അമ്പലങ്ങളിൽ മൂർത്തി സ്ഥാപിക്കുന്നതിന് പകരം ഓരോ വീടുകളിലും തങ്ങളുടെ കുലദേവതയെ പ്രതിഷ്ഠിക്കുന്ന കൊച്ചു കൊച്ചു അമ്പലങ്ങൾ ഓരോ വീടിനോട് അനുബന്ധിച്ചും, അതുപോലെ തന്നെ ഗ്രാമത്തോട് അനുബന്ധിച്ച് ഗ്രാമദേവതയെ കുടിയിരുത്തുന്ന ചെറിയ ദേവാലയങ്ങളും ഇവിടെ സർവ്വസാധാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒപ്പം വില്ലേജിലും വില്ലേജ് ഹെഡ് ക്വാർട്ടേഴ്സിലും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിലും അതുപോലെ തന്നെ രാജ്യത്തും ഒക്കെ ധാരാളമായി നമുക്ക് ദേവാലയങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ പല പല ഗോത്രക്കാരും പല പല ഹിന്ദു വിശ്വാസികളും ഉള്ളതുകൊണ്ട് തന്നെ ഒരേ ഒരു അമ്പലത്തിൽ പോലും നമുക്ക് ഒരു മൂർത്തിയെപ്പോലും കാണാൻ സാധിക്കുകയില്ല. അത്രയേറെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു നാട് കൂടിയാണ് ഈ ബാലി എന്ന് പറയുന്നത്. ഇങ്ങനെ നാം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഇപ്പോൾ സമുദ്രത്തിന് നടുവിലായി നിർമ്മിച്ചിരിക്കുന്ന ദേവാലയത്തിൻ്റെ ദൂരക്കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലയടിക്കുന്ന സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ് ഇവിടുത്തെ അമ്പലം. വേലിയിറക്ക സമയങ്ങളിൽ കാൽനടയായി ഈ അമ്പലത്തിലേക്ക് പോകാമെങ്കിലും ഇന്ന് വേലിയിറക്കമല്ല, വേലിയേറ്റത്തിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ അവിടേക്ക് യാത്രികർക്ക് സഞ്ചരിക്കാൻ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ യാത്രികരും ദൂരെ നിന്നും ഈ മനോഹരമായ കാഴ്ചകൾ കാണുകയാണ് ചെയ്യുന്നത്. തിരയടിച്ചു കയറുന്ന തീരങ്ങളും ജ്വാലാമുഖി പുറന്തള്ളിയ ലാവയും കൊണ്ട് നിർമ്മിച്ച മനോഹരമായ കടൽ തീരവും ഒപ്പം വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പ്രകൃതി തന്നെ നിർമ്മിച്ചെടുത്ത മനോഹരമായ കടൽ തീരവും കടൽ തീരത്തെ മനോഹരമായ
പ്രകൃതി നിർമ്മിതിയും ഒക്കെ കണ്ടുകൊണ്ടും അവിടെ നിന്ന് ധാരാളം ഫോട്ടോകൾ എടുത്തുകൊണ്ടും സഹയാത്രികരെല്ലാവരും ഒത്തിരിയേറെ സന്തോഷിക്കുകയാണ് ഇത്രയേറെ മനോഹരമായ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നതിനെ ഓർത്ത്. ഇന്ത്യക്കാർക്ക് തീരെ അപരിചിതമായ ഒരു നാട് കൂടിയാണ് ബാലി എന്ന് പറയുന്നത്. എന്നാൽ വിദേശീയരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചിരപരിചിതമായ ഒരു സ്ഥലം കൂടിയാണ് ഈ ബാലി എന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടെ നിന്ന് നാം മുന്നോട്ട് നടന്ന് ഈ താനാലോട്ട് ടെമ്പിളിനോട് ചേർന്നുള്ള സൺസെറ്റ് വ്യൂ പോയിന്റിലേക്ക് നടക്കുകയാണ്. മനോഹരമായി നിർമ്മിച്ചൊരുക്കിയ ഇരു വശങ്ങളിലും ധാരാളമായി പ്രവർത്തിക്കുന്ന കടകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടുത്തെ കടകളിൽ ലഭിക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ കടൽ തീരത്തെ ആശ്വാസകരമായ ഇളം കാറ്റും കൊണ്ട് നുകരാനുള്ള മനോഹരമായ സൗകര്യമാണ് ഇവിടുത്തെ ഓരോ കടക്കാരും ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നാം മുന്നോട്ട് നടക്കുമ്പോൾ ഈ തനാലോട്ട് ടെമ്പിളിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും സമുദ്രത്തിൻ്റെ കാഴ്ച അതിമനോഹരമാണ് എന്ന് പറയാതെ നിവർത്തിയില്ല. അത്രയേറെ മനോഹരമായി കാണാവുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ നാം നിൽക്കുന്ന സ്ഥലം. ഇവിടെ നിന്നും സൺസെറ്റ് കാണുക എന്നത് ഒത്തിരിയേറെ മനോഹരമായ ഒരു കാഴ്ചയാണ് എന്ന് പറയാതെ വയ്യ. കാരണം അത്രയേറെ മനോഹരമായി പരന്നു കിടക്കുന്ന സമുദ്രമാണ്, അലയടിച്ച് കയറുന്ന സമുദ്രമാണ് നമുക്കെന്നും കാണാൻ സാധിക്കുക. വിശാലമായി ഒരുക്കിയിട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങളും ഇവിടേക്ക് സപ്ലൈ ചെയ്യാൻ ആഹാരപദാർത്ഥങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും പാനീയങ്ങളുമൊക്കെയായി സജ്ജീകരിച്ച് നിർത്തിയിരിക്കുന്ന വീടുകളും ഹോട്ടലുകളും കടകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ ഈ മനോഹരമായ പ്രദേശത്ത് ഒരു റൗണ്ട് നടന്നതിന് ശേഷം ടൂർ ഗൈഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ താനാലോട്ട് ടെമ്പിളിൻ്റെ അരികിലേക്ക് നാം തിരിച്ച് നടക്കുകയാണ്. കാരണം ഇതിലും മനോഹരമായ കാഴ്ചകൾ നാം ഇപ്പോൾ നിൽക്കുന്ന ഈ സൺസെറ്റ് പോയിന്റിന് മറുവശത്തുണ്ട് എന്ന് നമ്മുടെ ടൂർ മാനേജർ പറയുകയും അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് നമ്മെ അവിടേക്ക് നയിക്കുകയുമാണ്. അങ്ങനെ നാം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഒത്തിരിയേറെ വിചിത്രവും ഭംഗിയുള്ളതുമായ നിർമ്മിതികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഉരുകി ഒലിച്ച് ഉറഞ്ഞ ലാവാ കല്ലുകളിൽ കൊത്തിയെടുത്ത മനോഹരമായ ശില്പങ്ങളാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കുക. കറുത്ത നിറമുള്ള ഇവിടുത്തെ വളക്കൂറുള്ള മണ്ണിൽ സമ്പുഷ്ടമായി വിളഞ്ഞു നിൽക്കുന്ന ചെടികളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഈ ഉദ്യാനം മുഴുവനും വളരെയേറെ പച്ചപ്പ് നൽകുന്ന ധാരാളം ചെടികൾ കൊണ്ട് സമൃദ്ധവുമാണ്. ഇവിടെ എത്തുന്ന യാത്രികരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കാനും വിശ്രമിക്കാനും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാനും തക്ക രീതിയിലാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ച് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന യാത്രികരെ സംബന്ധിച്ചിടത്തോളം സായാഹ്നങ്ങൾ ഇവിടെ ഇരുന്ന് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ തക്ക രീതിയിലാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതിയും വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇവിടെ യാത്രികർക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള ബാഗുകളും സൊവനീറുകളും മറ്റ് സാധനങ്ങളും വിൽക്കുന്ന ധാരാളം തദ്ദേശീയരായ സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്കിവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. $1000 നൽകിയാൽ 16 ലക്ഷം
ഇവിടുത്തെ കറൻസിയാണ് നമുക്ക് ലഭിക്കുക. അത്രയേറെ മൂല്യ ഡിഫറൻസാണ് ഡോളറിനും ഒപ്പം ഇവിടുത്തെ കറൻസിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ $1000 ഇവിടുത്തെ കറൻസിയായി കൺവേർട്ട് ചെയ്ത് വാങ്ങിച്ചാൽ നമുക്ക് കൈ നിറയെ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സഹയാത്രികർക്കൊപ്പം ഇവിടെ ധാരാളമായി ലഭിക്കുന്ന ധാരാളം കളിപ്പാട്ടങ്ങളും ബാഗുകളും സോവനിറുകളും ഫ്രിഡ്ജ് മാഗ്നറ്റുകളും മറ്റ് മൊമെൻറ്റുകളുമൊക്കെ ധാരാളം വാങ്ങിച്ച് ബാഗിൽ ആക്കി ഈ ഡെസ്റ്റിനേഷൻ മുഴുവനും നടന്ന് കാണാനായി യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മുൻപിലേക്ക് അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. കാരണം അനന്തമായി നീണ്ടുകിടക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും നമ്മുടെ മുമ്പിലും ഒക്കെ പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നത്. വർഷങ്ങൾ കൊണ്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കിയ മനോഹരമായ കാഴ്ചകളാണ് എങ്ങും നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ ഇവിടെയുള്ള ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടും ഈ കാഴ്ചകളുടെ ഭംഗി ആസ്വദിച്ചും നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമാണ് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുക. സഹയാത്രികരെല്ലാവരും ഒത്തിരിയേറെ സന്തോഷത്തിലാണ്. കാരണം ഇത്രയേറെ മനോഹരമായ ഒരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. മഞ്ഞത്തൊപ്പി വച്ച സഹയാത്രികർ ഇവിടെയുള്ള ഓരോ ദൃശ്യങ്ങളും തങ്ങളുടെ ക്യാമറയിൽ പകർത്തി തങ്ങളുടെ സഹയാത്രികർക്കൊപ്പം നിന്ന് ധാരാളം ഫോട്ടോകളും എടുത്ത് ഇവിടെയുള്ള വിദേശീയരായ യാത്രികരെയും അവരുടെ ജീവിത രീതിയെയും വസ്ത്രധാരണത്തെയും അവരുടെ പെരുമാറ്റത്തെയും ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ഒപ്പം ഇരുവശത്തുമായി നിറഞ്ഞിരിക്കുന്ന ധാരാളം കടകളിൽ നിന്നും ധാരാളം സാധനങ്ങളും വാങ്ങിക്കാൻ നമ്മുടെ സഹയാത്രികർ മറന്നില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഇവിടെ ലഭിക്കുന്ന നല്ല ബാഗുകളും ഫ്രിഡ്ജ് മാഗ്നറ്റുകളും മറ്റ് കൗതുക വസ്തുക്കളും ടോയ്കളും കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അങ്ങനെ എന്തിനേറെ ബാഗ് നിറയെ സാധനങ്ങൾ വാങ്ങാനുള്ള അത്രയേറെ നല്ല കളക്ഷൻസാണ് ഇവിടെ ഓരോ ഷോപ്പുകളിലും അവർ നിറച്ചിരിക്കുന്നത്. ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ ഉള്ള കഴിവാണ് ഇവിടുത്തെ നമ്മുടെ ഓരോ പർച്ചേസിനെയും അർത്ഥവത്താക്കുന്നത്. കാരണം ഇവിടെയുള്ള സാധനങ്ങളുടെ വില ഇവർ പറയുന്ന വിലയുടെ ഏതാണ്ട് പകുതിക്ക് വെച്ച് തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ന്യായമായ വിലയ്ക്ക് നമുക്ക് ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇവിടെ ചുറ്റി നടന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് ധാരാളം ഫോട്ടോകളും എടുത്ത് സഹയാത്രികർക്കൊപ്പം ഈ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ച് ഇപ്പോൾ നാം മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ അടുത്ത ലക്ഷ്യസ്ഥാനമായ ഉളുവാട്ടൂർ ടെമ്പിൾ കാണുവാനും അവിടെ സായാഹ്നങ്ങളിൽ അവിടെ നടക്കുന്ന ഡാൻസ് ഒപ്പം ഫയർ ഡാൻസും കാണുവാനുമായി